Hey, hello everyone, welcome back to the yet another video of R&B vlog. So എന്നത്തെയും പോലെ തന്നെ നമ്മൾ ഇന്നും നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇത് റെയിൽവേ സ്റ്റേഷനാണെന്ന് നിങ്ങൾ ഫോളോ ചെയ്യണം, അതായത് നമ്മളെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഗസ് ചെയ്യാൻ പറ്റും. ഇന്നും നമ്മൾ ആസ് യൂഷ്വൽ എവിടേക്കാണോ പോകാറ് അതേ സ്ഥലത്തേക്ക് തന്നെയാണ്. കമൻറ്റ് ബിലോ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അപ്പം നമ്മൾ എവിടേക്കാണ് എങ്ങനെയാണ് പോകുന്നതൊക്കെ നമുക്ക് പോകെ കാണാം. ഞാൻ ഇതുവരെ എത്തിയത് ട്രെയിനാണെന്ന് റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. സോ വന്നിരുന്നത് ഒരു ഡ്രാസ്റ്റിക് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വിവേക് എക്സ്പ്രസ് എന്നിട്ടൊരു ട്രെയിനിൽ കയറി. എൻ്റെ പൊന്നും പറയാൻ വയ്യ. ഞാൻ ജനറലിലായിരുന്നു കയറാമെന്ന് വിചാരിച്ചത്, അതായത് അവിടുന്ന് ജസ്റ്റ് ഒരു ഒറ്റ സ്റ്റോപ്പിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ജനറലിൽ കയറാമെന്ന് വിചാരിച്ച് ജനറൽ ടിക്കറ്റ് നോക്കിയപ്പോൾ ജനറലിൽ കയറുന്ന അവിടെ ഫുൾ ഈ ഹിന്ദിക്കാർ ഫുൾ അത് നോർത്ത് ഇന്ത്യൻസ് ആണ് അതിലുള്ളത് തോന്നുന്നത്. ഫുൾ അവിടെ ജനറലിലെ ഫുൾ ഇതും ലോക്ക് ചെയ്ത് വെച്ചാൽ അതിൻ്റെ അകത്തേക്ക് ആൾ കയറാതിരിക്കുക. അങ്ങനെ ഞാൻ ടി.ടിൻ്റെ അടുത്ത് ജസ്റ്റ് ചോദിച്ച് ഇങ്ങനെ സ്ലീപ്പറിൽ കയറാൻ പറ്റുമോ പെർമിഷൻ ഒക്കെ എടുത്ത് കയറിയപ്പോൾ സ്ലീപ്പറിൽ അതിലും ഡ്രാസ്റ്റിക് ആയിരുന്നു അവസ്ഥ. ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ സൈഡിൽ എവിടെയും കാണിക്കാം, മനസ്സിലാവും. സോ ഡിസ്ക്ലൈമർ ഇതാണ്, ഫാമിലി ആയിട്ടോ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലോ ഒന്നും അതിൽ ഒരിക്കലും പോകില്ല. സിംഗിളായിട്ട് തന്നെ പോകുമ്പോൾ നിങ്ങളെ ജീവനും സ്വത്തിനും യാതൊരു വിധത്തിലുള്ള ഒരു ഗ്യാരണ്ടി ഉണ്ടാവില്ല. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാടാ. തിരിച്ചറിഞ്ഞ അത്രേ ഉള്ളൂ. ജീവനും കൈ പിടിച്ചുകൊണ്ട് കയറേണ്ടി വരും. സോ അപ്പം എന്തായാലും ഈ വിവേക് എക്സ്പ്രസ്സിന് പോകണ ഒരു മിനിമം ഒരു 3 days ബുക്ക് ചെയ്തിട്ട് പോകണം എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. അപ്പം എന്തായാലും നമുക്കിനി അവളെ ഇവിടെ നിന്ന് തന്നെ പിക്ക് ചെയ്യും. ലൈക്ക് അവളും അവളുടെ ബ്രദറും ഉണ്ട്. നമുക്ക് പോകാൻ എവിടേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്ന വഴിക്ക് പറയാം. സോ ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവർ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ പോകും. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കും ഛേദമില്ലാത്തൊരു ഉപകാരമാണ്. സോ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ജേർണിയിൽ കൂടെ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഐക്കണോട് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. സോ അപ്പം നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് തുടരെ കാണാൻ പറ്റും. ഐ പ്രോമിസ് ദാറ്റ് യു വോണ്ട് റിഗ്രറ്റ് ദിസ് സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പം എന്തായാലും വാച്ച് വിത്തൗട്ട് സ്കിപ്പിംഗ്. അപ്പോൾ നമുക്ക് അവൾ വന്നിട്ട് കാണാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ഉണ്ട്. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ എത്തി. ഇവർ രണ്ടുപേരും വന്ന് പിക്ക് ചെയ്തു. ഇനിയിപ്പോൾ നേരെ ജസ്റ്റ് ഒരു ക്രിസ്മസിന് ഒരു സർപ്രൈസ് കൊടുക്കേണ്ടി പോവാണ്. നട്ടപ്പാതിരില്ല പുലർച്ചയ്ക്കാണ് മിക്കവാറും അന്തസ് കേൾക്കാൻ ചാൻസ്. അപ്പൊ എന്തായാലും പിന്നെ എക്സാമിന്റെ ഇടയിൽ കൂടിയാണ് ഈ പരിപാടി. ഓണത്തിന്റെ ഇടയ്ക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എക്സാമിന്റെ ദിവസമാണ് നീ വ്ലോഗ് എടുക്കാൻ നടക്കുന്നത്. അപ്പൊ എന്തായാലും എക്സാം എന്തായാലും 3 മണിക്കൂറുള്ളൂ. പിന്നെന്താ ബാക്കി എത്രയോ മണിക്കൂർ എടുക്കുന്നുണ്ട്. ആ 3 മണിക്കൂർ എഴുതാനുള്ള സാധനം പഠിച്ചത്. ഞാൻ ആദ്യം വിചാരിച്ചത് വരത്തും ഞാനും കൂടെ പോകുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രം പോകുമ്പോൾ ബോറടി ആവൂലേ? ഇത്രയും ദൂരം പോവാനുള്ളതല്ലേ. അപ്പൊ നമ്മളെല്ലാരും കൂടെ പോകുമ്പോ ഇങ്ങനെ വൈബിടിച്ച് പോവാലോ. നമുക്ക് ഫസ്റ്റത്തെ പരിപാടി കടപ്പടക്കാം. അവിടെ ചെന്നിട്ട് അവർക്ക് ക്രിസ്മസ് കേക്ക് കൊടുക്കാം. അത് ഇവന്റെ വകേട്ടോ ഗൈസ്, ഞാൻ പറഞ്ഞതല്ലേ. നല്ല ആട്ട് കിട്ടും. കാരണം ഇത്രയും നേരം അവിടുന്ന് ചീത്ത പറഞ്ഞ് ഓടിപ്പിച്ചതാണ് ഞാൻ രണ്ടുപേര്. ഇനിയിപ്പോ അവിടെ കയറി ചെന്ന നല്ല ഓൾറെഡി ഞാൻ ലേറ്റ് ആയിട്ടൊന്നുമില്ല. നമ്മൾ 4 മണിക്ക് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. 3:30 ആയിട്ടുള്ളൂ. നമുക്ക് എന്തായാലും കേറി ട്രെയിനിന്റെ നല്ല മൂഞ്ചലായിരുന്നു. അപ്പൊ എന്തായാലും ഇവിടെ കേറിയിട്ട് എന്താ നീ ആവുമ്പോ നിനക്ക് ചീത്ത കേൾക്കൂല. അച്ഛനാണ് ഇപ്പൊ കേക്ക്. ഞാൻ അതെ, ക്രിസ്മസ് ആയിട്ട് ജോലി കഴിഞ്ഞ് രാത്രി വന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ
വിളിച്ചുണർത്തി ശല്യപ്പെടുത്തുന്നത് ശരിയാണോടാ? ഫ്രൂട്ട്സ് വേറുണ്ട്. എന്നാ ശരി. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി കൊടുത്തു. നമ്മൾ മാപ്പ് ഇട്ടിട്ട് ഇനിയിപ്പോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മളുടെ ജേണി. എന്താണ് പറയാനുള്ളത് ഈ വേളയിൽ? ഈ വേളയിൽ പ്രത്യേകിച്ചൊന്നും പറയാനായി ഗൈസ്. കാറ് കയറിയ ചില സമയത്തുണ്ടല്ലോ, ചില സമയത്തല്ല എപ്പോഴും നല്ല AC ഇടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ വരും. എന്തൊക്കെയല്ലേ? ആകെ ഒരു പരിഹാരത്തിൽ ഞങ്ങൾ വെള്ളം എടുത്തിട്ടുണ്ട്, ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ പോളി നല്ല എയർ അടിക്കാൻ കയറിയതാ. എയർ കുറവുണ്ട്, യാത്ര തുടങ്ങിയിട്ട് മൊത്തത്തിൽ എയർ കുറവുള്ളതുകൊണ്ട് എയർ അടിക്കാൻ കയറിയതാ. ഇനിയിപ്പോൾ ഇവിടുന്ന് എയർ അടിച്ചിട്ട് പിന്നെ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ നോക്കാം. എക്സാം എഴുതാനുള്ളതാണ്. എക്സാമിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അതെ, ആ വയറ്റിലേക്ക് എന്താ ചെന്നാലാണ് ആശ്വാസം വരിക എന്നുള്ളതാണ് മെയിൻ. ഇത് മറ്റേ ഇളനീർ ജ്യൂസാണ്, വേറെ ഒന്നുമില്ല. ഞാൻ അവിടുന്ന് പാക്ക് ചെയ്ത് അച്ഛൻ്റെ ടൈം. അപ്പം പിന്നെ പോകുന്ന എനിക്ക് ജസ്റ്റ് കുടിക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ അവിടുന്ന് കുടിക്കുന്നതിന് നല്ലതല്ലേ വെച്ചിട്ട്. തൽക്കാലം ഇവിടെ ഒരു ചായ അടിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സ്പോട്ടിൽ നിർത്തിയിട്ടുണ്ട്. പാരഡൈസ് ഇവിടെ ഹോട്ടൽ, അതിൻ്റെ ഫ്രണ്ടിലൊരു ചായ കട. അപ്പോൾ അവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വട വാങ്ങിയിട്ട് ഏകദേശം ഒരു ഹാഫ് ഡേ ആയിട്ടുണ്ട്. ഏകദേശം ഒരു ഒന്നര 2 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. അപ്പോൾ ഇവിടെ നല്ല ഉറക്കമായിരുന്നു. നമ്മൾ ഇവിടെ ചായ കുടിക്കാൻ കയറി. അപ്പോൾ അവൻ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് അവന് ഉറക്കം വരാതിരിക്കാൻ കാത്തിരിക്കാൻ കയറി. ഒന്ന് സ്നാക്സ് ചെറിയ കടികൾ തന്നെ വാങ്ങിയിട്ട് കഴിച്ചു. ഇനിയിപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ അവിടേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അവിടെ എത്തിയിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാലും മഞ്ഞിറങ്ങി തുടങ്ങി. നല്ല മഞ്ഞുണ്ട് അല്ലേ? നീ ടയർഡായ? ഒരാളിവിടെ നല്ല ഉറക്ക. അവർക്ക് എക്സാം ആയതുകൊണ്ട് അങ്ങനെ ഇവിടെ എത്തി. ഓൾമോസ്റ്റ് ഒരു എത്ര മണിക്കൂർ എടുത്തുണ്ടാവും? 3.5 hours ജേണി ഇവിടെ എത്തി. KME എഞ്ചിനീയറിംഗ് കോളേജ്. എക്സാം എഴുതാനല്ലേ വന്നേക്ക്. ഉറക്കൊക്കെ ഉണ്ടായിരുന്നു. വണ്ടി പറക്കുന്നതുകൊണ്ട് അതെ, പറത്തിക്കുന്നതാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ എനിക്ക് വോമിറ്റിംഗ് സെൻസ് ഒക്കെ കൂടെ ആയിട്ട് അപ്പൊ ഫുഡിന് ഏതായാലും ഇവിടുത്തെ ക്യാൻറ്റീന്ന് കഴിക്കാന്ന് വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും നോക്കാം. ഇപ്പൊ ടൈമില്ലേ, അവിടെ എത്തി ജസ്റ്റ് ഫുഡ് കഴിച്ച് ഒന്ന് വാഷ്റൂമൊക്കെ പോയി പിന്നെ ഒക്കെ ജസ്റ്റ് ആ ബുക്കൊക്കെ ഒന്ന് പേരിനൊന്ന് മറച്ചു നോക്കണം എന്നൊക്കെ പറഞ്ഞു. നല്ലപോലെ എഴുതിക്കൊണ്ടി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പൊ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം, എന്നിട്ട് ഇവിടെ എക്സാമിനാക്കാം. പിന്നെ ഞങ്ങളിവിടെ കുറച്ചു നേരം പോസ്റ്റ് അടിക്കും, അല്ലാതെ പുറത്തേക്ക് പോകും. എന്താന്ന് നോക്കാം. നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോനും തിരിച്ച് യാത്ര ചെയ്യുള്ളൂ. നോക്കട്ടെ, ഒരു 1-2 മണിക്കൂർ ഒരു ഇവിടെ ഇത്ര വിശാലമായ ഗ്രൗണ്ട് കിടക്കുന്നത്. ഇവിടെ ആണെങ്കിൽ നിങ്ങൾ ഡ്രൈവ് പഠിച്ചോ. ഇവിടെ സമയം കളയണ്ടല്ലോ, ടൈം കളയണ്ട. നോക്കാം. എന്തായാലും ഒരു മണിക്കൂർ ഉറങ്ങുക. ബസ്സിലെത്തിയിട്ടുണ്ട്. നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ ബൈക്ക് നിർത്തിയാൽ കാറ് നിർത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇവിടുത്തെ അന്തേവാസികളാണ്.
ഇതൊക്കെ അത് പോകുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇവിടെ ഒരു ക്യാൻറ്റീൻ കാണുന്നുണ്ട്. അത് കഴിച്ചിട്ട് അപ്പം നമ്മൾ അപ്പവും മുട്ടക്കറിയും കഴിച്ചിട്ട് വരാം. ഈ ഹോസ്റ്റലിൻ്റെ ഈ സെറ്റപ്പ് അവർക്ക് പരിചയമില്ല. സെറ്റപ്പില്ലേ ഈ സെറ്റപ്പ്. നിനക്ക് എഗ് വേണോ? ഇങ്ങനെ നമ്പർ തപ്പി പിടിച്ച് ബ്ലോക്ക് ചെയ്ത് കണ്ടുപിടിച്ച്. പക്ഷെ ഇവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. എങ്ങനെയുണ്ട് കോളേജ്? നമുക്ക് രസമില്ലേ? നീ എഞ്ചിനീയറിംഗ് കോളേജിലേക്കൊക്കെ വരുന്നത് എനിക്കല്ല ഇഷ്ടമായി. പിന്നെ ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്തതുകൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒക്കെ അറിയാം. പിന്നെ കുറേ ടെക് ഫെസ്റ്റ് അതും ഇതൊക്കെ ഞാൻ കുറച്ച് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തുകൊണ്ട് ആംബിയൻസ് ഒക്കെ കുറച്ചറിയാം. പക്ഷെ ഇത് നല്ലൊരു ഏരിയ ആണ്. ഇത് ആർട്സ് ആൻഡ് സയൻസും എല്ലാം കൂടെ കമ്പൈൻഡാണ്. KME എവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഏതായാലും സ്ഥലം കണ്ടുപിടിക്കാം. രസമുണ്ട്, നടന്ന് കാണാൻ മാത്രമുണ്ട്. ഇവിടെ ഓഡിറ്റോറിയം ഹാളിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ എത്തട്ടെ. ഓക്കെ, ഇവിടെ ഇരുന്ന് പഠിക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ പുറത്ത് പോവാണ്. അവന് ഞാനിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യും. ഇവിടെ എക്സാം 1 മണിക്ക് വരും. അപ്പോൾ 3 മണിക്കൂർ നമ്മൾ ഹോസ്റ്റാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്നിട്ട് ഇവിടെ അവിടെ ഒന്ന് പിക്ക് ചെയ്യണം. അപ്പോൾ ശരി, നല്ലപോലെ എക്സാം എഴുതും. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. ബൈ. എക്സാം നന്നായിട്ട് ചെയ്തിട്ടാ. ബൈ. വരുന്നു നമ്മുടെ കഥാനായിക. കയറു, പറയൂ വിശേഷം. എങ്ങനെയുണ്ടായിരുന്നു? 1-2 കൊള്ളാം. എന്താ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല വെയില്. അതല്ല, വെയിൽ എങ്ങനെ ഉണ്ടായിരുന്നു അല്ല, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കുഴപ്പമില്ല, പാസ്സാവുന്നതാണ് ശുഭപ്രതീക്ഷ. ശുഭപ്രതീക്ഷ 100% വിജയം എന്നാണ്. നോക്കാം എന്തായാലും. എന്താ അറിയുന്നൊക്കെ മാക്സിമം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റാന്നൊക്കെ തോന്നുന്നുണ്ട് കണ്ടിട്ട് എനിക്ക്. പിന്നെ നമ്മൾ ടച്ച് വിട്ടു പോയില്ലേ, കുറെ മുന്നേ നമ്മൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞല്ലേ. പിന്നെ ഇപ്പൊ എൻറോൾമെന്റ് കഴിഞ്ഞിട്ട് കുറച്ച് മാസം കഴിഞ്ഞില്ലേ, അപ്പൊ അതിന്റെ ടച്ച് വിട്ടുപോയി. അപ്പൊ ഒന്നും കുഴപ്പമില്ല, അറിയുന്ന പോലെയൊക്കെ ചെയ്ത്. പിന്നെ ഓപ്പൺ ബുക്ക് ആണല്ലോ, നോക്കി എഴുതാ. ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരി, വിശക്കുണ്ട്. ശരി, ഫുഡ് കഴിച്ചാ നമ്മള് ഗൈസ്, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബൈ. ക്യൂ കഴിഞ്ഞിട്ട് വേണം പുറത്തേക്ക് പോകാൻ. അങ്ങനെ എക്സാം കഴിഞ്ഞാൽ അവള് വന്നു. എക്സാം കുഴപ്പമില്ല എന്നാ പറഞ്ഞത്. പാസ്സാവുമായിരിക്കും. പാസ്സായാൽ നിങ്ങൾക്ക് എൻ്റെ അവിടെ ട്രീറ്റ് എല്ലാം നിങ്ങൾക്ക് കഥകള്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അവിടെ ഭയങ്കര വലിയ ക്യൂ ആണ്. വെച്ചാല് കാറ് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിട്ട്. അതെ, നമ്മളെ ആദ്യം വന്നതുകൊണ്ട് കാറൊക്കെ ഉള്ളോട്ട് വെച്ചത് തണല് നോക്കി. ലെസൺ 1, എവിടെയെങ്കിലും പാർക്കിംഗ് കയറി കഴിഞ്ഞാല് ഏറ്റവും പുറത്ത് വണ്ടി വെക്കുക. അകത്ത് കയറ്റിയാൽ കുടുങ്ങും. പിന്നെ എടുക്കാൻ ബുദ്ധിമുട്ടാ. ഈ കാണുന്നുണ്ടോ, ഇവിടെ ഫുള്ള് ഇതാണ്, നോക്കൂലേ. അപ്പൊ എന്തായാലും ഇവിടുന്ന് ഈ കഴിച്ചിട്ടായിട്ടാണ് ഫുഡ് കഴിക്കാൻ പോയത്. ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർക്ക് കഴിക്കാൻ വേണ്ടിട്ടാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഓറഞ്ചും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത് തൽക്കാലം കഴിക്കാം. ഇവിടുന്ന് രക്ഷപ്പെടുന്നത് ഓറഞ്ച് ഉണ്ടല്ലോ. ഞാൻ ഓറഞ്ച് കൊണ്ടുവന്നിട്ട് പറഞ്ഞിട്ടല്ലേ. അല്ല, കിടന്നിട്ടൊന്നുമില്ല. ഞാൻ സീറ്റ് എനിക്ക് പറയണ്ട. അപ്പൊ ഇവിടെ ഓറഞ്ച് ഉള്ളത് സീറ്റിന്റെ ബാക്കിൽ മറച്ച് വെച്ചായിരുന്നു. ഞാനേ കണ്ടില്ല. നമുക്ക് തൽക്കാലം ഫ്രൂട്ട്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് അടുത്ത ഫുഡ് സ്പോട്ട് പോയി ഫുഡ് കഴിച്ചിട്ട് അവിടുന്ന് ടൈം ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു സ്പോട്ടോടെ കവർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് വീട്ടിലോട്ട്. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പൊ നമുക്ക് ഏതായാലും 4 മണിക്കൂറൊക്കെ 3 മണിക്കൂർ ഒരു വഴിയുള്ളൂ ഇങ്ങോട്ട്. ഒരു ചെറു വണ്ടിക്ക് ഉള്ള ഗ്യാപ്പിൽ ഇത്രയും. അപ്പൊ എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പം ഫുഡ് കഴിക്കുന്ന പെരുമ്പാവൂർ വഴി മവാറ്റപ്പഴ. അപ്പൊ
നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അൽസാജ് റെസ്റ്റോറൻറ്റ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സജഷൻ വന്നിട്ട് വന്നതാണ്. ഇവിടെ എന്താ ക്രിസ്മസിന്റെ ഡെക്കറേഷൻ കാണുന്നുണ്ട്. എന്തായാലും ഫുഡിന്റെ ഇത് എന്താന്ന് നോക്കിയിട്ട് നമ്മള് ബിരിയാണിയാണ് പ്ലാൻ ചെയ്യുന്നത്. അൽസാജില്ലേ, അൽസാജ് കിച്ചൺ റെസ്റ്റോറന്റ്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഫുഡ് കഴിക്കാം. നല്ല വിശപ്പുണ്ട്. ആലുവയിലുള്ള ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യമായിട്ടല്ല ആലുവയില്, പക്ഷെ എന്നാലും ഫുഡൊക്കെ കഴിക്കാറില്ല ആലുവയിലൊന്നും. ആദ്യമായിട്ടാണ്. അവിടുന്ന് ഇറങ്ങാൻ തന്നെ അത്യാവശ്യം നല്ല ടൈം എടുത്ത് കോളേജിൽ നിന്ന്. ഇപ്പൊ എത്ര ടൈം 2:30 കഴിഞ്ഞു. എന്തായാലും ഇനിയിപ്പോ വേറെ എവിടെയാ പോവാൻ പറ്റുമോന്ന് പറഞ്ഞ ഉറപ്പില്ല. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നോക്കാം എത്ര ടൈം ആവുന്നില്ല. ഒരു ഫുഡ് കഴിക്കാൻ പോവാം. സൂപ്പ് എങ്ങനെ കുടിക്കാൻ ആഹാരം കഴിക്കണ്ട എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരാ. അങ്ങനെ എടുത്തിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സൂപ്പ് ഇഷ്ടമല്ല ഗൈസ്. അല്ലാതെ കിട്ടാത്തോണ്ടല്ല, കിട്ടാത്ത മുന്തിരി. എനിക്ക് ഇഷ്ടമില്ല. എന്ത് സൂപ്പോ? ചിക്കൻ സൂപ്പോ? ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നാണ് നടന്നത്. ഇങ്ങനെ നമ്മളിത് ആ ഫുഡൊക്കെ കഴിച്ച് അൽസാജ് റെസ്റ്റോറന്റിൽ ഇറങ്ങി. തിരക്കേടില്ലാത്ത ഫുഡായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ മന്തിയാണ്. മന്തി ഇല്ലാന്ന് പറഞ്ഞപ്പോ പിന്നെ പ്രോൺസ് ബിരിയാണി മേടിച്ച. പ്രോൺസ് ബിരിയാണി ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ബീഫും മൂന്ന് പൊറോട്ട ഓർഡർ ചെയ്തിട്ട് 2 പൊറോട്ട സാധാരണ 4 പൊറോട്ട ഇരുന്നിരിപ്പിൽ നിൽക്കുന്ന ആളാണ്. എന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും നമ്മൾ അവിടുന്ന് ഇറങ്ങി. ബാക്കിയൊന്നും നമ്മള് പാർസൽ ചെയ്ത് വെച്ചാല് ഞാനൊരു ചില്ലി ചിക്കൻ ബിരിയാണി, ഇവളൊരു പ്രോൺസ്, ഇവൻ പൊറോട്ടയും ബീഫും, പിന്നെ നമ്മള് 3 ഡ്രിങ്ക്സും ഒരു ഹോട്ട് ആൻഡ് സൂപ്പും 1 ബൈക്ക് കഴിച്ച്. ഞാൻ ഗ്രേപ്പ്, ഇവൻ മാംഗോ. നമ്മള് കഴിച്ച് കുടിച്ചൊക്കെ ഫില്ലായി സെറ്റായി. ഒരു എനർജി ഉണ്ടായത്. നേരത്തെ ഞാൻ ഉറക്കം വാങ്ങിയിട്ട് ഒന്നും പറയാൻ പറ്റണില്ല. അപ്പൊ ഫില്ലായി സെറ്റായി. ഇനിയിപ്പോ അലക്സ എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒന്ന് ആൾട്ടടിയാൻ പറ്റുക. നമുക്ക് വേറെ എങ്ങനെ പോലെ ടൈമില്ല. അതുകൊണ്ട് നമ്മൾ പോണ വഴിക്ക്, വീടാണ് ഇനിയിപ്പോ ഡെസ്റ്റിനേഷൻ നമ്മൾ ഇട്ട്. അപ്പൊ ഇനി പോണ വഴിക്ക് എവിടെയെങ്കിലും നല്ലൊരു പോണ വഴിക്ക് ചില്ല് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ചില്ല് ചെയ്യും. ചില്ലാണ് ഗൈസ്. പിന്നെ നമ്മള് നോക്കിയത് മറ്റേ ഫോർട്ട് കൊച്ചി, പിന്നെ ശിവനെ ഇതേത് ജില്ല. അപ്പൊ ഫോർട്ട് കൊച്ചി പിന്നെ എറണാകുളം ബ്രോഡ്വേയും നോക്കിണ്ടായിരുന്നു. പക്ഷേ ഇത് പുഴയില് കാണിക്കുന്ന ലൊക്കേഷൻ പുഴ കൊണ്ടിട്ട് എവിടെയാന്ന് അറിയില്ല. ശരി, അങ്ങനെ അവിടുന്ന് ഇറങ്ങി. ഞങ്ങള് ബ്രോഡ്വേയും മറ്റേ കൊച്ചി ഫോർട്ട് കൊച്ചി എവിടെയൊന്ന് മറ്റേ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണേ. മറ്റേ ക്രിസ്മസിന്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ബ്രോഡ്വേയിലും ഫോർട്ട് കൊച്ചിയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്. പക്ഷെ അവിടെ പോകാനുള്ള ഒരു ടൈമും സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മള് പിന്നത്തേക്ക് പോസ്റ്റ്. അവിടെ നമ്മൾ അത്രയും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൊറേ സമയം അങ്ങനെ പോയി. കറക്റ്റ് ഒരു 1 മണിക്കൊക്കെ 1:10 ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് എവിടെയെങ്കിലും കറങ്ങി വരായിരുന്നു. അപ്പൊ എന്തായാലും നമുക്കിനി പോകുന്ന വഴിക്ക് എവിടെയും കയറാൻ പറ്റുകയാണെങ്കിൽ കയറാം. അല്ലാതെ അതെ. അപ്പൊ എന്തായാലും ഞാൻ എക്സാം ഹാളിൽ കയറിയ സമയത്ത് ഉറങ്ങിയാൽ മതിയായിരുന്നല്ലോ. അതെ, ഇവന്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ്. കാരണം ഡ്രൈവ് ചെയ്യാനുള്ള ആളാണ് കുറെ നേരം. ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, അവിടെ വന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് പോണ അയക്കാൻ കാഴ്ചകളുണ്ടെങ്കിൽ കാണിച്ചു തരാം. വേറെ എന്തെങ്കിലും ഞങ്ങളെ കൊല്ലം കൊണ്ടുപോവാണ്.
ഇൻഷുറൻസ് ഉണ്ടോ? എനിക്ക് ഇൻഷുറൻസ് നിനക്കുണ്ടല്ലോ. അപ്പൊ ശരി എന്നാ പോണം എനിക്ക്. നിരാലംബരായ ഞങ്ങളെ വഴി ഏതോ ഒരു റൂട്ടിലേക്കാണ് കയറിയിരിക്കുന്നത്. കുറെ നേരെ തിരിഞ്ഞു കളിക്കുന്നു. 2 മണിക്കൂർ 20 മിനിറ്റ് ഇത് കാണിക്കുന്നുണ്ട്. പക്ഷെ എവിടേക്കാ എത്തുന്നതെന്ന് അറിയില്ല. ഹോം എന്ന് പറഞ്ഞിട്ടാണ് സ്ഥലം, ഡെസ്റ്റിനേഷൻ. എന്റെ ഹോമാ എന്തായാലും എവിടെ എത്തുന്നത് നോക്കാം, കണ്ടറിയേണ്ടി വരും. പ്രാർത്ഥിക്കുക. ഭൂമി കൊണ്ടല്ലേ എവിടെയെങ്കിലേക്ക് എത്തും. ശരിയെന്നാ ഇവനെ ഉറക്കം വന്നിട്ട് കാപ്പി അടിക്കാൻ വേണ്ടി വഴിയൊക്കെ തെറ്റി വേറെ ഇതിലേക്ക് പോയി എങ്ങനെയൊക്കെയോ കറക്റ്റ് വഴിയിലെത്തി. ഇപ്പൊ എന്തായാലും എന്താ കാപ്പി അടിക്കുന്നു, ഹോർലിക്സ് ഞാൻ ഇതും കുടിക്കുന്നു. ഞാൻ ഹോർലിക്സ് അല്ല ബൂസ്റ്റ്. ഈ സാധനമാണ് മറ്റേ നാവിലിട്ട കിടികിടീന്ന് പൊട്ടുന്നത്. ഇപ്പൊ ഇത് കഴിച്ചു നോക്കാം, റിയാക്ഷൻ നോക്കാം. ഇതൊക്കെ എന്ത് സിമന്റ് എടുത്ത് വായിലിട്ട് പതഞ്ഞുണ്ട്. മധുരത്തെ പായസം പോലല്ല വായിലിട്ടത് എങ്ങനെ കിടികിടി ഇങ്ങനെ എക്കോ പോലെ. മാജിക് പോപ്സ്. We are in old days. Old days. കാളവണ്ടി പോകുന്ന റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ എത്തി. നല്ല റഷിലാണ് ഓടിയത്. അപ്പൊ ഇനി ഇവിടുന്ന് എങ്ങനെയൊക്കെയോ ഞങ്ങള് തിരൂര് പ്ലാൻ ചെയ്തതാണ്. അപ്പൊ കുറ്റിപ്പുറം എത്തുമ്പോഴത്തേക്കിനെ ഓൾമോസ്റ്റ് ഇനി ഇവിടുന്ന് ട്രെയിൻ ഓടിച്ചിട്ട് പിടിച്ച് കയറണം. എന്നിട്ട് അതിൽ കേറി. അപ്പൊ എനിക്ക് രണ്ടുപേരും കണ്ണടച്ച് കണ്ണ് ശരിക്കും അടക്കണം. കണ്ണടക്കി കണ്ണടക്കി ഇതാണ് ഊരിട്ട് കിട്ടത്തില്ലല്ലേ. ഭരത്ത് ഇപ്പം ഹാപ്പി ക്രിസ്മസ്. ഇത് നിനക്കുള്ള ഉപദേശം ഫസ്റ്റ് പേജില്. ഇനി സമയം പോലെ വായിച്ചുണ്ടായിരിക്കാം. അപ്പൊ നിനക്ക് പൈസ ഇപ്പോഴേ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് കാശ്. അപ്പൊ നീ പൈസ സേവ് ചെയ്യാ, നീ നിന്റെ ചെലവുകൾ ഇതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാം. ഇപ്പൊ രണ്ടുപേർക്കുള്ള ക്രിസ്മസ് ഉപദേശം ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ഹാപ്പി. വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയിട്ടെ ഗൈസ്. ഇതെന്തത് സംഭവം നോക്കിയേ. ഞാൻ വെച്ചു പാവയാണല്ലോ എനിക്ക്, അവന് ബുക്ക് എനിക്ക് കാശിക്കുച്ചി തരാൻ സേവിങ്സ് ഇന്നോട്ട് സേവ് ചെയ്താണ്. എന്നാ പിന്നെ എന്തായാലും ഇതിലിടാൻ നേരം ഉണ്ടാവില്ല. എനിക്ക് ഇടുന്ന പൈസക്ക് പെട്ടെന്ന് തീരാനേ ഉള്ളൂ. ഇതില് ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റ്, ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റ് ആണോ നീ ഉദ്ദേശിച്ചത്? ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റ് ആണോ നീ ഉദ്ദേശിച്ചത്? നിനക്കുള്ളത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലും കൂടെ അടിച്ചു പൊട്ടിച്ചേക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. കഴിഞ്ഞിട്ട് ഇറങ്ങി